ഒന്ന് നിർത്തിയിട്ട് പറയാവോ? അവർക്ക് മനസ്സിലാകുകയല്ല. എന്തായാലും ഗൈസ്, അപ്പം പിള്ളേരുടെ ബുക്കൊന്നും നമ്മൾ പൊതിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ബുക്കൊക്കെ പൊതിയുന്ന ഒരു വീഡിയോ ചെയ്യാന്ന് ഓർത്തു. ഇത്രയും ബുക്കുകളുണ്ട്. 3 പേരുടെയും ബുക്കുണ്ട് പൊതിയാനായിട്ട്. ഇതെല്ലാം നമുക്ക് പൊതിഞ്ഞെടുക്കാം. അപ്പം ഗൈസ്, ഞാൻ വിചാരിച്ചു എളുപ്പ പരിപാടിക്ക് നമുക്ക് പിള്ളേരുടെ ബുക്കൊക്കെ ഏകദേശം തപ്പൂന്റെയും സഫ്രൂന്റെയും എല്ലാം ഏകദേശം സെയിം വലിപ്പമാണ്. അപ്പൊ നമുക്ക് ഈ വലിപ്പത്തിലുള്ള ഒരു ഈ സെയിം വലിപ്പമുള്ളത് ഇത്രയും പുസ്തകം അല്ലുവിന്റെ മാത്രമുള്ളൂ ഇച്ചിരി വലിപ്പം കൂടുതലുള്ളത്. അപ്പൊ ഇത്രയും പുസ്തകം നമുക്ക് ചെറിയ രീതിയിൽ പൊതിയാനുള്ളതാണ്. ഈ വലിപ്പത്തിനുള്ളത് എല്ലാ പുസ്തകങ്ങളും. അപ്പൊ നമുക്ക് കുറച്ച് ഇങ്ങനത്തെ പീസ് ഉണ്ടാക്കി വെച്ചിട്ട് പടപടാന്ന് പൊതിഞ്ഞെടുക്കാം. വെട്ടത്തിന്റെ സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ കട്ടിലേ വന്നാൽ നിങ്ങളെ വീഡിയോ കാണിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ മേശ ഇരുന്ന് ചെയ്യാമായിരുന്നു. ബെഡ്ഷീറ്റ് കീറി പോകാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇപ്പൊ ഗൈസ് ഉമ്മി പടപടാ പൊതിയിൽ തുടങ്ങി. ഉമ്മി ഇവിടെ ഉമ്മി സ്റ്റാപ്ലെയർ മുമ്പിൽ വെച്ചിട്ട് മറന്നുപോയെന്ന് ഞാൻ കണ്ടില്ല. നോക്കി, ഇവിടെ എല്ലാം ബെഡെല്ലാം നിരത്തിയിട്ടുണ്ട്. ഇതിന്റെ ഇട കൊണ്ട് ഇന്ന് ഈ പരിപാടി ഒന്ന് തീർക്കണം. ഇല്ലെങ്കിൽ രാവിലെ ഇനിയിപ്പോ നാളെ നിങ്ങൾക്ക് പഠിത്തമുണ്ടോ? തപ്പൂന് നാളെ പഠിത്തമില്ല. ഇവരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. പൊതുവധിയാന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബുക്ക് ചെയ്ത് തീർക്കാനായി ഗൈസ്. പടപടാ നിങ്ങൾ എന്നെ കാണുന്നില്ലെന്ന് വിചാരിക്കുന്ന കാണാം. അല്ലൂസേ, ഇവിടെ അവിടെ ബുക്കൊന്നും കണ്ടിച്ചു വിട്ടേക്കല്ലേ? അല്ലു അവിടെ ചെന്നിട്ട് ബുക്കൊക്കെ കണ്ടിരുന്നത് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചേ. നമ്മുടെ ചാനലിന്റെ നമ്മളെ കാണുന്ന കുറെ പേരില്ലേ, അവരോടൊക്കെ സംസാരിച്ചേ. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചേ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ പിള്ളേരൊക്കെ എത്രയിലാ പഠിക്കുന്നത്? നിങ്ങളുടെ പേരെന്തെന്നൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. ഉമ്മ ഒട്ടിക്കണോ? നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ട്. ആദ്യം നമുക്ക് അല്ലുവിന്റെ ഒട്ടിക്കാം. അല്ലുവിന്റെ ബൈക്കാ മേടിച്ചേക്കുന്നത്. തപ്പൂസിന്റെ ബാർബി, സഫ്രൂട്ടിന് നമ്മള് കാറാ മേടിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം അല്ലുവിന്റെ ഒട്ടിച്ച് നമുക്ക് നമ്മൾ ഇത്രയും പൊതിഞ്ഞ് ഇനി ഇത്രയും കൂടെ പൊതിയാനുണ്ട്. അപ്പൊ തന്നെ നമ്മൾ മടുത്ത് പിന്നെ ഓരോ പിള്ളേരുടെ ആവശ്യത്തിനനുസരിച്ച് പൊതിഞ്ഞെടുക്കാന്ന് നോക്കും. നമുക്ക് നെയിം സ്ലിപ്പും കൂടെ നമുക്ക് ഒട്ടിച്ചേക്കാം. മടുത്തോമേ ഇല്ല, ഇത് അല്ലുവിന്റെ ഡിക്റ്റേഷൻ ബുക്കാ. നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിച്ച് പേരും കൂടെ നമുക്ക് എഴുതാം. എടാ ഞാൻ പേര് കൊടുത്തു. എന്തൊറ്റുമേ കുളഫായോ ഗൈസ്? അങ്ങനെ നമ്മുടെ അല്ലുവിന്റെ ഒരു ബുക്കിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നു. ഗൈസ് ഉമ്മയോട് ഒട്ടിക്കുന്ന സമയത്ത് 2 പേര് നോക്കിയേ ഇവിടെ ഇരുന്നത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പാവം ഗൈസ്, ഞാൻ ക്യാമറാമാൻ ആയിപ്പോയി. അല്ലാതെ ഞാൻ ഉമ്മനെ സഹായിക്കലായിരുന്നു. ഉമ്മയെ സഹായിച്ചിട്ടുണ്ട് അല്ലേ ഉമ്മേ? നെയിം സ്ലിപ്പ് ഒക്കെ തപ്പു പിടിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നോണ്ട് തപ്പുനെ ക്യാമറമാൻ ആക്കിയിരിക്കുന്ന ഗൈസ്. അത് മറ്റേ ടെസ്റ്റ് അല്ലേ? ഇത് 3 പേർക്ക് 3 നെയിം സ്ലിപ്പ് മേടിച്ചത്. അപ്പൊ ഇവർക്ക് തന്നെ മാറിപ്പോട്ടില്ല. എനിക്ക് ഫസ്റ്റ് ഇവർക്ക് 2 പേർക്കും അത്ത മേടിച്ചു കൊടുത്തതാ. എനിക്ക് അത്ത ഒരു പൂവിന്റെ മേടിച്ചത്. അതുകൊണ്ട് ഉമ്മി പോയിട്ട് ഒരു കാറിന്റെ മേടിച്ചോണ്ട് വന്നു. എനിക്ക് ഇന്ന് രാവിലെ ഉമ്മയാണ് ഞങ്ങൾക്ക് അത്യാവശ്യമുള്ളത് പൊതിഞ്ഞ് വന്ന് വിട്ടു. ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടു ഇങ്ങനെ ഇത്രയും ബുക്ക് കൊണ്ടുവരണമെന്നും പറഞ്ഞു. എനിക്ക് പൊതിഞ്ഞു തന്നത് ഇതാ. സഫ്രൂന് റഫ് ബുക്ക് വേണമായിരുന്നു. തപ്പൂന് ഹിന്ദിയുടെ ടെസ്റ്റ് വേണമായിരുന്നു. പിന്നെ റഫും.
അപ്പൊ ഞാൻ അത് പൊതിഞ്ഞ് രാവിലെ കൊടുത്തു വിട്ടു. അല്ലൂൻ എന്തായിരുന്നു മലയാളത്തിന്റെ അവന് 2 ലൈൻ വേണമായിരുന്നു. കാർഡ് സ്റ്റിക്കർ ഒട്ടിക്കണം. ആർക്ക്? എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. നമ്മൾ എല്ലാത്തിലും ഒട്ടിച്ച്. അത് സാരമില്ല, നമുക്ക് ഈ ബുക്ക് പൊതിയുമ്പോ ഇത് പൊതിയുമ്പോ ഉമ്മി കാർഡ് ഒട്ടിച്ചേരാം. ഓക്കെ, ഇതിപ്പോ ഉമ്മി ഇതേ കൊച്ചിന്റെ എല്ലാം ഒട്ടിച്ചു. സെറ്റ് ആയില്ലേ?